ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഈ ജില്ലയുടെ എന്താ പറയുക, ടൗണിലേക്ക് എത്തിയില്ല, ജില്ലയുടെ ടൗൺ തന്നെ ഇട്ടത്, അതായത് ജില്ലയുടെ ആസ്ഥാനത്ത് തന്നെയാണ് ഞങ്ങളുള്ളത്. ടൗണിലേക്ക് എത്തിയില്ല, ടൗണിലേക്ക് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോകണം. ഈ ടൗൺ എന്ന് പറയുന്നത് ഗോമതി റിവറിൻ്റെ ഒരു തീരത്തുള്ള ടൗൺ ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇത് അയോധ്യ ഡിവിഷനിൽ പെടുന്ന ഒരു ടൗണും കൂടിയാണ്, അതുപോലെ തന്നെ ജില്ലയും കൂടിയാണ്. ഈ ഒരു ജില്ല ലക്നൗവിൽ ഈ ജില്ലയും തമ്മിൽ 135 കിലോമീറ്റർ അകലെ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 135 കിലോമീറ്റർ, ഒരു 140 കിലോമീറ്റർ അകലെയായിരിക്കും. പക്ഷേ നമ്മൾ സുൽത്താൻപൂർ ടൗണിലേക്കൊന്നും പോവില്ല, കാരണം ഞങ്ങൾ ഈ ഹൈവേ പിടിച്ച് അങ്ങനെ ടൗൺ ഒഴിവാക്കിയിട്ട് അങ്ങനെ വിടും. നമ്മൾക്ക് എന്താ വെച്ചാൽ മണാലിക്ക് എത്തുക എന്നുള്ളത് പെട്ടെന്നാവണം, എന്നാലേ നമുക്ക് പരമാവധി മണാലി എടുക്കാനുള്ള ടൈം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഇവിടെയൊക്കെ പലയിടങ്ങളും ഒഴിവാക്കി അങ്ങനെ പോകുന്നത്. ഏതായാലും ഈ ഒരു ലിസ്റ്റിൽ അയോധ്യ ഒഴിവാണ്. അയോധ്യ നമ്മൾ എടുക്കുന്നില്ല, അയോധ്യ എടുക്കാതെ നമ്മൾ അങ്ങനെ പോവുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ സ്റ്റാർട്ടാവുകയാണ്. സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ദാബയിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ റോഡരികിലാണുള്ളത്. ദാബയിൽ എന്താ വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനുള്ള കാരണം ഒന്നില്ലാതെ അവിടെ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾക്ക് ഏതിപ്പോൾ ഈ ഷർട്ട് നാലാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസമാവും ഈ ഡ്രസ്സ് തന്നെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അലക്കാനുള്ളതൊക്കെ അലക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുളിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അത്രയും കേസൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ധാബ കിട്ടണം. ധാബകൾ ഉണ്ട്, പക്ഷേങ്കിൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ധാബ ആയതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നും വേഗം പോകുന്നത്. ഏതായാലും ഞങ്ങൾ ഇറങ്ങുവാണ് ഇന്നത്തെ ദിവസം. നമ്മൾക്കിനി എന്തൊക്കെയാണ് മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒന്നും അറിയില്ല, പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതെ. എന്നാൽ പിന്നെ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ, ഒക്കെ നമ്മൾക്ക് പോകുന്ന വഴിക്ക് ഓരോന്നും ചെയ്യണം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:35 7:20 തോന്നുന്നു ഞങ്ങൾ ദാബയിൽ നിന്ന് എടുത്തത്. അപ്പോൾ 7:35 ഇവിടെ ഈ ഒരു ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ രീതിയിൽ ഒഴിഞ്ഞ് കിടക്കുവാണ്, അധികം വാഹനങ്ങളൊന്നുമില്ല. ഈ നേരത്തെ വളരെ ഒഴിവാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത്രയും രാവിലെ ഇവിടെ സ്കൂളൊക്കെ ഓപ്പൺ ആയി, ഞാൻ അതാ ആലോചിക്കണം. ചിലപ്പോൾ കുറേ ദൂരം പോകേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടാവും ചിലപ്പോൾ അത്തരത്തിൽ. നമുക്ക് പോയി നോക്കാം. നമ്മുടെ സാധനങ്ങൾ ഫുള്ള് കയറ്റി. നമ്മൾ ഇന്നലെ വാങ്ങിയ അരിയാണത്. നമ്മൾ 10 കിലോ അരിയാണ് വാങ്ങിയത്, 2 കിലോ പഞ്ചസാര, പിന്നെ വാങ്ങിയത് ഒരു വെളിച്ചെണ്ണ. അത് എന്തിൻ്റെ വെളിച്ചെണ്ണ ആയിരുന്നു? സോയാബീൻ്റെ. ഒരു സോയാബീൻ വെളിച്ചെണ്ണയാണ്. ഞാനത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. അത് ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് എനിക്കറിയില്ല അത്, അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അത് കുക്കിങ്ങിനുള്ള തന്നെയാണ്. അതുകൊണ്ട് കുക്ക് ചെയ്യാം, അടിപൊളിയാണെന്നൊക്കെയാണ്. എന്തോ അറിയില്ല, ഏതായാലും നമുക്ക് പോയി നോക്കാം. ഇത് ഏതോ ടൗൺ അറിയില്ല, തൊട്ടടുത്തുള്ള ടൗണാണ്, പക്ഷേ എങ്കിൽ ടൗണൊക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നുള്ളൂ. അതായത് കടകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിരിക്കണല്ലേ ചിലതൊക്കെ. ഇതൊരു 7:40 വരെ കടകളൊക്കെ ഏറെക്കുറെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇത് പഞ്ചായത്ത് കിട്ടിയാണല്ലേ എന്തോ അതറിയില്ല. എല്ലാവരും സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതായത് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ. ഇത് കണ്ടിട്ട് ഒരു സൈക്കിളുകളൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഗവൺമെന്റ് കൊടുത്തതാവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. എന്തായാലും സൈക്കിളിലാണ് ഇവരുടെ യാത്ര. ഇവര് കുട്ടികൾ മാത്രമല്ല, വലിയ വലിയ ആളുകൾ വരെ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് അതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ സൈക്കിൾ ഒരു എന്താ പറയുക, സ്പോർട്സിലേക്ക് മാറി. അല്ലാതെ വെറുതെ സൈക്കിൾ ഔട്ടി നടക്കുന്ന പരിപാടി നമ്മളവിടെ ഇല്ലല്ലോ, പണ്ടുണ്ടായിരുന്നു, ഇപ്പം അല്ല. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടായിരുന്നു പോകേണ്ടിരുന്നത്, പക്ഷേ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് കുറച്ച് പച്ചക്കറി വേണം അല്ലേ? ഇവിടെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടപ്പോൾ പോണ പോക്കിൽ കണ്ടതാണ്. ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ അല്ലേ? തിരക്കുള്ള മാർക്കറ്റാണ്. നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഉള്ളിയും തക്കാളി. ഉള്ളി വേണോ? ഉള്ളി ഉണ്ടായിക്കോട്ടെ. പച്ചക്കറി ഐറ്റംസ് ആട്ടോ, ഫുള്ള് പച്ചക്കറിയാണ്. ഇത് നമ്മളെ നാട്ടിലുള്ള സംഭവങ്ങൾ വരെ ഉണ്ടോണ്ടത്. ചക്കയൊക്കെ ഉണ്ട് മാർക്കറ്റില്. ഭയങ്കര തിരക്കാണ് ഗൈസ് മാർക്കറ്റിൻ്റെ മക്കളെ. എന്നാ മാർക്കറ്റ് അത്! അത് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ലൂസായിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മളെപ്പോലത്തെ ആളുകൾ രാവിലെ നല്ല ഫ്രഷ് പച്ചക്കറിക്ക് വന്നവരുണ്ടാവാം. നമ്മൾ ഫ്രഷ് പച്ചക്കറിക്ക് വന്നോന്നല്ല, നമ്മൾ
പച്ചക്കറി കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷേ ഈ മാർക്കറ്റ് ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ. അത് പമ്പ മാർക്കറ്റാണ്. അതായത് ഇവിടെ ലൂസ് കൊടുക്കണ പരിപാടി ഇല്ലേ അല്ലേ? എല്ലാവരും വലിയ വലിയ ചാക്കുകളിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാവിധ പച്ചക്കറിയും ഉണ്ട് കേട്ടോ, എല്ലാവിധ പച്ചക്കറി ഉണ്ട്. ഇത് പച്ചക്കറിയുടെ മാർക്കറ്റാണ്, ഫ്രൂട്ട്സ് അല്ല, വെറും പച്ചക്കറി. അതുപോലെ തന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇലയൊക്കെ വെക്കുന്നുണ്ട് അല്ലേ? ചേമ്പുണ്ട്, ചേമ്പിൻ്റെ ഇലയുണ്ട്. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ ചക്ക എത്രയാണ് വെക്കുന്നത്? ചക്ക നല്ലോണ്ട് അല്ലേ? ചക്ക ആയതുണ്ട്, പലതരം സൈസ് ഉണ്ട്, ഏതെടുക്കാം അല്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ മത്തനുണ്ട്, അതുപോലെ തന്നെ ചേനയുണ്ട്, കിഴങ്ങുണ്ട്, പിന്നെ മറ്റേൻ്റെ പേരെന്താ? ചേമ്പ്. ചേമ്പുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ, നാട്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ഉണ്ട് കേട്ടോ. പടവല കണ്ടങ്ങൾ നല്ല അടിപൊളി പടവലാണ്. വൻ തിരക്കാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം അർജൻറ്റാണ്. ലോഡ് പോകണം നേരത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഇലകളുണ്ടാവും കേട്ടോ. ഒരു ഇലൻ്റെ ആളുകളാണ്. ഇത് ചീരയാണല്ലോടാ. ചീര നമുക്ക് കുറച്ച് വാങ്ങാം, താളിച്ച ചീരത്താളിപ്പ് ഉണ്ടാക്കാം അല്ലേ? ഒരു കെട്ടിന് എത്രയാണോ? അത് ചീര തന്നെയാണ്. ഇവിടെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. തക്കാളിക്കൊക്കെ നമ്മൾ ലൂസായിട്ട് വാങ്ങുന്നതുകൊണ്ട് അറിയില്ല, 80 റുപ്യ ഇവിടെ തക്കാളിക്കൊക്കെ വില 80. പെരുമ്പല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കുറച്ച് ചീരയും പച്ചമുളകും പിന്നെന്താ വാങ്ങി? പയറും വാങ്ങിയില്ലേ? അത്ര സംഭവങ്ങൾ വാങ്ങി. നമുക്കിനി കുക്ക് ചെയ്യുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ ഏതായാലും ടൗണുകളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചിക്കൻ കിട്ടുവാണെങ്കിൽ കുറച്ച് ചിക്കനും വാങ്ങാം അല്ലേ? എന്താ ചീര താളിപ്പും ചിക്കൻ വരട്ടിയതും പയറുപ്പേരും പൊളിക്കും. പക്ഷേ എങ്കിൽ സാധനം കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. ഓരോ താളിപ്പും പയറുപ്പേരും ഉണ്ടാവും അല്ലേ? ഇവിടെ ഇരിക്കുക, ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കട അവിടെ കണ്ടിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ വാങ്ങി നോക്കാം. ചിക്കൻ്റെ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിക്കാമല്ലോ. ഒരു 1/2 കിലോ ചിക്കൻ കിട്ടിയാൽ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാം. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കട കേട്ടോ. ചിക്കൻ കടയിലൊക്കെ കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. വേഗം വാങ്ങി പോവുക ചിക്കന്, എന്നിട്ട് നല്ല രീതിയിൽ കഴുകുക, വൃത്തിയാക്കുക, എന്നിട്ട് കുക്ക് ചെയ്യുക. ഹായ്, 1 kg കിട്ടണേ? 250. 250. 250 റുപ്യാണ് 1 കിലോന് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/2 കിലോ വാങ്ങാം. പോകുന്ന വഴി അതാണ്. അവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു ഒഴിഞ്ഞൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇന്നത്തെ നമ്മളുടെ കുക്കിങ് നടക്കുന്നത്. കുക്കിങ് രാവിലത്തേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് കലക്കിയിട്ടുണ്ട്, ഗോതമ്പിൻ്റെ പൊടി. പിന്നെ ചായ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഒന്ന് നന്നാക്കാണ്ട് കഴുകാണ്ട്, അതുപോലെ തന്നെ പയറും കഴുകാണ്ട്. അല്ലെങ്കിൽ ചീര ഉപ്പേരി ആക്കണം അല്ലേ? ഉപ്പേരിയാക്കുക. ചിക്കൻ ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഇടയ്ക്ക് ചിക്കൻ നന്നായത് വരട്ടിയിട്ട് ചീര താളിപ്പാക്കി നല്ല രസമാണ്. ചീര താളിപ്പാക്കിയാലേ നല്ല രസമാണ്. ചിക്കൻ നന്നായിട്ട് വരട്ടുക. എന്താണ്ട് ചിക്കൻ വരട്ടിയിട്ട് ഇത് താളിപ്പാക്കാം. നമ്മൾ കഴിച്ചിട്ട് കുറേ ആയില്ലേ താളിപ്പുണ്ടാക്കിയിട്ട്? താളിപ്പാക്കി നോക്കാം. എന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പയറുണ്ട്, പയറും തന്നെ ഒരു 3-4 കഷ്ണം എടുത്ത് അതും തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാം. എല്ലാത്തിനും നമ്മുടെ അടുത്ത് ആകെ ഈ ഒരു ചട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ അപ്പം ചൂടട്ടെ. അപ്പം ചുട്ടാലോ? എന്നാൽ പിന്നെ അപ്പം ചൂടാ അല്ലേ? ചട്ടി വെച്ചിക്കണ്. ചട്ടി ഇങ്ങനെ ചൂടായി തുടങ്ങുകയാണ്. ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ പറഞ്ഞാൽ ഇന്നലത്തെ നമ്മൾ വാങ്ങിയില്ല ആ എണ്ണയാണ്. നമ്മൾ സോയാബീൻ എണ്ണ അല്ലേ? സോയാബീൻ എണ്ണ. സോയാബീൻ എണ്ണയിലൊന്നും ഉണ്ടാക്കി വെക്കാം നമുക്ക്. എങ്ങനെ ഉണ്ടാവല്ലേ? എങ്ങനെ ഉണ്ടാവും എന്തോ ഒന്നും അറിയില്ല. നമുക്ക് വയറിന് പിടിക്കോ ഒന്നും അറിയില്ല. ഏതായാലും 1 ലിറ്റർ വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊടുന്ന 1 ലിറ്റർ അല്ലേ? വീട്ടിൽ നിന്ന് കൊടുന്ന 1 ലിറ്ററാ. ഇതുണ്ടാവും നമുക്ക് ഇന്ന്. നല്ല ഗോതമ്പ് നല്ല രീതിയിൽ കലക്കിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി അല്ലേ? ഇതിനിവിടെ ദോശ തന്നെ അറിയാം. അതിനിവിടെ ദോശ തന്നെ അറിയാം. ഞങ്ങളിതിനെ അപ്പം ഞങ്ങളപ്പം എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പനാണ് ഇവൻ. ഒഴിച്ചു നോക്കല്ലേ? പാളും ആവോ? അപ്പം വട്ടത്തിനായിട്ടില്ലേനോ? തകരി ആ ഒരു ഇതൊക്കെ വന്നിക്കണ്.
അല്ലേ? വട്ടത്തിന് അടുത്താവും. ഇത് ഫസ്റ്റത്തെ അല്ലേ? ഫസ്റ്റത്തെ ഇങ്ങനെയൊക്കെ പക്ഷെങ്കിൽ അങ്ങോട്ട് പോകും തോറും അപ്പം വട്ടത്തിനാവും, കൂടും, പെട്ടെന്ന് കിട്ടും. ഇത് ഈ അപ്പം എടുക്കുമ്പോഴേ ഇത് ആയിട്ടില്ല, എടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഒന്ന് കിട്ടൂല. ഫസ്റ്റത്തെ അങ്ങനെ സംഭവിച്ചത് കിട്ടില്ല, അതാകെ ആയി പോവും. അടുത്ത് രണ്ടാമത് ചുടുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ശരിയാകുക, അത് ഉഷാറാവും. സംഭവം ഇതും കുഴപ്പമില്ല കേട്ടോ. സംഭവം ഇവനും തന്നെ നല്ല രീതിയിൽ റെഡി ആയി കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ ഈ അപ്പം മറിച്ചിടണം, ഇത് മറിച്ചിടണം. അപ്പോൾ അപ്പം ഫുള്ളായിട്ടൊന്ന് ചുടട്ടെ, എന്നിട്ട് ലാസ്റ്റ് അപ്പത്തിന് ചൊറുക്കാൻ കാണിച്ചു തരാം. ഈ ചട്ടി കാലിയായി അവസാന അപ്പത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കുക്കൂടെ മുളകിൻ്റെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചീര കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് എടുത്തു കഴിഞ്ഞാൽ അരി അടുപ്പത്ത് വെക്കാം. നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ എന്ത് സുഖമായിട്ട് സാധനം പോയിരുന്നത്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയായി മാറിയാണ്. അപ്പങ്ങളുണ്ടോ കിടക്കണേ, അതൊക്കെ ഫുള്ള് ചുട്ട് വെച്ചേക്കുവാണ്. ഇനി ഇതും കൂട്ടി കഴിക്കാനുള്ളതാണ് ഈ മുളക് അല്ലേ? ശരിക്കും ചിക്കൻ കൂട്ടിയാൽ കഴിക്കാം, പക്ഷേ ടൈം കുറേ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ടൈം നമുക്കിപ്പോൾ തന്നെ 10 മണിയായി. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ അത് ആയി കിട്ടുമ്പോഴേക്ക് ടൈം എടുക്കൂലേ. ചായ കുടിച്ചാൽ നമുക്കൊരു എനർജി ഉണ്ടാവും, എനർജി വേണം. ചോറ് വെക്കാം. ചായ കുടിക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങി. എന്താ കേട്ടോ, ഓക്കെ അല്ലേ? ഉപ്പൊക്കെ അപ്പത്തിലൊക്കെ ഉപ്പ് ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ വെള്ളം കഴിഞ്ഞു, വെള്ളം ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇതിലില്ല, വെള്ളമല്ല. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് വെള്ളം കിട്ടും നോക്കട്ടെ. ഇവിടുന്ന് വെള്ളം കിട്ടുന്ന വെച്ചാൽ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വരണം, എന്നാലേ നമ്മൾക്ക് കുക്കിങ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമുക്കിനി ഉപ്പേരി ഉണ്ട്, ഉപ്പേരി വെച്ചില്ലൊരു കുഴപ്പമില്ല. പക്ഷേ ചിക്കൻ വെക്കാനും പാത്രങ്ങൾ കഴുകാനൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് വെള്ളം കൊണ്ടുവരാം. ഗൈസ്, ഇവിടെ സാധനം ഉണ്ട്, വെള്ളമുണ്ട്. വെള്ളം എടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെയാണ്. ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം വരും ചെയ്യും കണ്ടാ. പക്ഷേ ഇത് ഞാൻ എങ്ങനെ ഇതിലേക്ക് എടുക്കും അറിയില്ലല്ലോ. ഈ ബായിൻ്റെയൊക്കെ ഒരു പാട്ട വാങ്ങാം, എന്നാലേ നടക്കുള്ളൂ. ഇതിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കുപ്പി വെള്ളം ഇവിടുന്ന് വാങ്ങിയിട്ട് ആ കുപ്പി മുറിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇപ്പം നമ്മളിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ വെള്ളം ചാടും. ഇവിടെ വേറെ ഇവിടെ ഇല്ല കഴിച്ച വെള്ളം, അതുകൊണ്ടാണ് ഈ വെള്ളം എടുക്കുന്നത്. ഇത് നമുക്കൊരു പകുതി കിട്ടിയാൽ മതി, ഒരു ഇത്ര കിട്ടിയാൽ മതി വെള്ളം, എന്നാൽ തന്നെ നമ്മുടെ കാര്യം നടക്കും. ഇത് നല്ല തണുത്ത വെള്ളമാണേ, അത് നല്ല പ്രത്യേകതയാണ്. ഏതായാലും ഇവൻ നമുക്ക് കത്തിയൊക്കെ തന്നത് ഇവനാണ് അല്ലേ? आपका नाम ആകാശ് ഗുപ്ത. ഓക്കെ, അവൻ ഈ ഹോട്ടലിലത്തെ പണിക്കാരനോ അല്ലെങ്കിൽ ഈ ഹോട്ടൽ നടത്തുന്ന ആളെന്തോ ആണോ? മസാല റെഡി കേട്ടോ. മസാല റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ. ഉണ്ടാ അല്ല, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് എല്ലാവിധ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. എന്നാൽ ചിക്കൻ മൊക്കെ തുടങ്ങിയാലോ? തുടങ്ങി ചിക്കൻ പരിപാടി. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ആദ്യം ചീര വെക്കണം. ചീര വെക്കണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം അവിടെ നിന്ന് എടുക്കണം, എന്നിട്ട് ചീര വെച്ചിട്ട് ചിക്കൻ വെക്കണം. ചട്ടി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ സാധനം കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണത് അല്ലേ? നല്ലൊരു തെളിഞ്ഞുണ്ട്, നമ്മളെ നല്ലൊരു എണ്ണ പോലെ തന്നെയാണ്. കാരണം അപ്പം ചുടുമ്പോഴൊക്കെ അപ്പമൊക്കെ വേഗം കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചീരയൊക്കെ മുരിങ്ങ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അന്ന് ഇനി മുരിങ്ങ കഴിച്ചിട്ടാണ് വയറിളകിയത് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്ന് ചീര കഴിച്ചിട്ട് എന്താകും അറിയില്ല. എന്തായാലും പക്ഷേ ഇലയല്ലേ, ഇലക്കറി കൂട്ടണം നല്ലതാണ് ക്ഷീണത്തിനൊക്കെ. കുറച്ച് എണ്ണ വെച്ചെടുക്കാം. ഓക്കെ. ഇനി നമ്മളെ ഇല ഒരുപാട് ഉണ്ട് കേട്ടോ, നാളേക്കും ഉണ്ട്, പയറും തന്നെ നാളേക്കൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ചെറുള്ളില്ല, അപ്പോൾ കുറച്ച് വല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചതാണത്. കണ്ടാ, ഇത് തൂമിച്ചെടുക്കാം. കഞ്ഞിവെള്ളം, ഇത് നമ്മുടെ ചോറ്റ് നിർത്തെ ഇപ്പം കൊടുത്ത കഞ്ഞിവെള്ളമാണ്. ഇത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് അതിക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് എവിടെ? ഉപ്പ് ചീരണ്ടിരിക്കാം. ഇതാണ് ഉപ്പ്. വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചീന്തി ഇടാം, പക്ഷെ ഞങ്ങൾ ഇടുന്നില്ല. കാരണം അത്യാവശ്യം മുളക് എല്ലാത്തിലുണ്ടാവും. ഉപ്പിട്ടതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി പിച്ചി മുറിച്ച് വെച്ച ചീരയാണത്. ഈ ചീര ഈ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ അതിക്കിടാം. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിക്കണം. നമുക്ക് നമ്മളെ ചീരനെ എങ്ങനെ പാട്ടച്ചീര അല്ലേ? ഒരു പാട്ടച്ചീര. പാട്ടച്ചീരയാണ്. അത്യാവശ്യം ആ ചീര നല്ല ഉണ്ട്.
അങ്ങനെ ചീര തിളച്ചു. ഓവറായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, ചീര ആയതുകൊണ്ടേ. ഇറക്കാം ഉഷാറായി. ചീരക്കറി. അടുത്ത പരിപാടി നമ്മുടെ ചിക്കൻ വെച്ച് നോക്കുക. ചിക്കൻ സാധാരണ വെക്കുന്ന മാതിരി വെക്കുന്നത്. എന്തൊക്കെ ഓരല്ലേ നല്ല വിധാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായത് വെളിച്ചെണ്ണ മാത്രമല്ല കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ കുത്തിച്ചരച്ച നമ്മളുടെ മസാല അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കന് ഇട്ട് കൊടുക്കാം. ഇത് വലിയ വലിയ പീസാട്ടോ. അപ്പം മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിടുക. അവൻ തിളക്കട്ടെ. ഉപ്പും വലിയ മുളകൊക്കെ ഇനിയും ചേർക്കേണ്ടി വരും. തിളക്കട്ടെ കേട്ടോ. ഓക്കെ, സാധനം ഇറക്കിയാലോ? ഇറക്കും. അതായത് നമ്മൾ ചിക്കൻ റെഡിയാണ്. തട്ടി ചിക്കൻ്റെ ലെഗ് കണ്ട? കണ്ടു. എല്ലാ സാധനം ഉപ്പും മല്ലി മുളകൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ്. ഒക്കെ റെഡിയാണ്. റെഡി. നല്ല മണമുണ്ട്. അടുപ്പ് കൂട്ടുക. കഴിഞ്ഞു. അടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഒക്കെ എടുത്തേക്കല്ലേ? ഒക്കെ എടുത്തേക്ക. എല്ലാം എടുത്തില്ലേ? എല്ലാ സാധനവും ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. നമ്മുടെ വണ്ടി ലോഡായി. നമ്മുടെ കറിയായി, ചോറായി, എല്ലാം ആയി. ഇനിയിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണി. ഇനി നമ്മൾക്ക് കുളിക്കാനുള്ള ദാബ കിട്ടണം. ദാബ കിട്ടിയിട്ട് ദാബയിൽ നിന്ന് കുളിച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് അർജൻറ്റിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളൂ. പക്ഷേ എങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നട്ടുച്ച നേരമാണ്. നട്ടുച്ച നേരത്തെ ഒരു ഇലമറവില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഉത്തർപ്രദേശിൽ ഈ സംഭവമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായില്ലേ? സംഭവം ഇവിടെ അത്ര വലിയ ചൂടിപ്പല്ല. പക്ഷേ എങ്കിൽ ഒരു വിങ്ങിയ ചൂട് ഉണ്ട്. സൂര്യനില്ലാന്ന് തന്നെ ഉള്ളൂ. അധികം വൈകാതെ തന്നെ നമ്മൾക്കൊരു ദാബ കിട്ടിയേക്കാണ്. അതിൽ വെള്ളം തിരക്കേടില്ല, കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ഇതെന്നാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ ആ ഒരു മെയിൻ ഗ്ലാസ് മാത്രം തുടക്കണം. എല്ലാത്തിനും ഇവിടുന്ന് വെള്ളം എടുക്കാറുള്ള മോശമല്ലേ? അപ്പോൾ കുളി കഴിക്കണം. പിന്നെ ഡ്രസ്സില്ല അലക്കാനുള്ള ഡ്രസ്സ് എടുത്തോ അല്ലേ? ഒക്കെ അലക്കാനാ? ഒന്ന് നോക്കി നോക്കുന്നാലും ചിലപ്പോൾ അലക്കിയതുണ്ടാവില്ലേ. ഓട്ടോ ലൈഫും ലോറി ലൈഫും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. കണ്ടില്ലേ? ഞങ്ങൾ ലാഭങ്ങളിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബക്കറ്റ് എടുക്കുക, അങ്ങനെ വെള്ളം ഒന്ന് അലമ്പി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രസ്സുകളാണ് ഫുള്ള് അലക്കാനാണ്. കാരണം നമ്മൾ വാരണാസിയിൽ നിന്ന ടൈമിൽ നമുക്ക് അലക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ദാബ കിട്ടുമ്പോഴാണ് നമ്മൾ അലക്കാറ്. ഏതായാലും ഞങ്ങൾ അലക്കി കുളി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അലക്കലും തിരുമ്പലും കുളിയൊക്കെ. കണ്ടില്ലാന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയരുത്. ഞാൻ 3 ദിവസം ഷർട്ട് ഇടാൻ കാരണേ ഇതൊക്കെ തിരുമ്പാണ്ടാണ്. ഇത് കണ്ടങ്ങൾ കുളി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ മഴ പെയ്തു. തോരട്ട സംഭവം ഒന്നും ഉണങ്ങിയില്ല. കുളിച്ച് ഞങ്ങൾ സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് തെറിച്ചിട്ട് വേറെ എവിടെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേങ്കിൽ ഇവിടെ വേറെ സംഭവം കാണിച്ചു തരണോ? ഞങ്ങൾ പലവട്ടം കാണലുണ്ട് ഇതില്ലേ. ഞങ്ങൾ പിന്നെ കാണിക്കലില്ല. ചെന്നിവിടെ ഈ കുളിക്കനോട് തന്നെ ഒരു തൈ കിടപ്പുണ്ട്. ഉണ്ടാ, കുളിക്കനോട് തന്നെ ഉണ്ട്. ഇത് തിരക്കേടില്ല, നല്ലൊരു മീഡിയം സൈസ് മരമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഉയരം വരെ അളന്ന് പറയും. നമ്മുടെ നാട്ടിലാണെങ്കിലേ ഇതിൻ്റെ ഉയരം വരെ അളന്ന് പറയാം. ഇതാണ് സാധനം. അപ്പോൾ ഇതിൽ ധാരാളം ഉണ്ട്. ഇവിടെ ഉള്ള ഇത് മാത്രമല്ല, അതിലൊക്കെ ഉണ്ട്. ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ നമ്മൾ ഈ ദാബൻ്റെ അപ്പുറത്ത് നമ്മുടെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഈ സാധനം. ഇഷ്ടം പോലെയാണ്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ കുക്ക് ചെയ്തോർത്ത് കണ്ടിരുന്നില്ലടാ. ശരി, ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട രീതി. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്തരം കാണാൻ തുടങ്ങിയപ്പോഴേ ഒന്ന് കാണിച്ചു തരായിരുന്നു. അദ്ദേഹം ഈ ദാബൻ്റെ ഓണറാണ്. ബായ്, വാട്ട്സ് യുവർ നെയിം? കുൽദീപ് റായ്. റായ്. चाय
നമ്മളെ തമിഴ് ബോയ് എന്ന് പറയാ. നാം आपका नाम? संतोष कुमार कश्यप. സന്തോഷ് കുമാർ കശ്യപ്. ഓ നെക്സ്റ്റ് ടൈം. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പോവാണ്. നമ്മുടെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഒരു ഭക്ഷണം കഴിക്കണില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പക്ഷേങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതല്ലേ. മഴയാണെങ്കിൽ നല്ല പെയ്ത്ത് പെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിൻ്റെ കാർട്ടൺ ഇട്ട് വെച്ചേക്കാണ്. ഞാൻ വണ്ടീൻ്റെ അകത്ത് കയറിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. മഴ നല്ല പെയ്ത്താണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല മഴയാണ്. എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. നാട്ടിൽ മഴയല്ല, നാട്ടിൽ മഴയാണ്. അങ്ങ് നോർത്തിലേക്ക് വിട്ടോളി, അവിടെ മഴ എല്ലാവരും പോകുന്നതാണ്. ഞങ്ങൾക്ക് മഴ കിട്ടാത്ത ഒരു ദിവസം പോലും ഇല്ല. പക്ഷേ എങ്കിൽ ഈ ഒരു ലൈഫ്, ഒരു ഓട്ടോ ലൈഫ് പോലെ മക്കളെ, എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ് അല്ലേ? നല്ല തണുപ്പിലൂടെ മഴ ഇങ്ങനെ പെയ്യ, രണ്ട് സൈഡിൽ കറണ്ടിട്ടേക്കണേ. നമ്മളെ ഈ ഒരു ചെറിയൊരു കൂടാ, ചെറിയ കിളിക്കൂടാ, സഞ്ചരിക്കുവാണ് ഞങ്ങള്. എന്താ സുഖം, അതൊരു പ്രത്യേക വൈബാണ് മച്ചാനെ. ചീരക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ നല്ല ലെഗ് പീസൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ചിക്കൻ്റെ അവസ്ഥ അതിഗംഭീരമാണെന്നാണ് ഞാൻ മനസ്സിലായത്. അങ്ങോട്ട് ഇന്ന് നോക്കാം എന്നുവെച്ചല്ലേ, അത് ഉപ്പ് മല്ലി മുളക് തുടങ്ങിയവ എല്ലാം പാകമാണ് ചിക്കനിൽ. പക്ഷെ ചീരക്കറി അത്ര നന്നായിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞങ്ങൾ വെക്കണത് തന്നെ ആയതുകൊണ്ട് ഉസാറായിക്കണ് എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഉള്ള പോലെ പറയുള്ളൂ. ചീരക്കറി പോരാ. ചീരക്കറിയിൽ എന്തോ ഒരു ഫോൾട്ട് തോന്നിയത് ഈ വെള്ളം, ഈ കഞ്ഞി വെള്ളത്തിന് തന്നെ കളർ മാറ്റമുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പച്ച കളർ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെ പോട്ടെ. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലൊരു വൈബിലാണ്. കാരണം ഈ മഴയൊക്കെ ചായ കുടിക്കുന്ന സമയം പോലെ, ഒരു ഈവനിങ് ടൈം പോലെ അല്ലേ. നല്ല മഴച്ചാറിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഈ സൈഡ് റോഡാണ്. ഇന്ന് എവിടെ നിർത്താം? കുളിച്ചപ്പോഴേ നല്ല ഉഷാറും കിട്ടി, നല്ല വിശപ്പ്. മറ്റേ ചോറിന് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഉറങ്ങുകയൊക്കെ ചെയ്യും അല്ലേ? അതെ. മഴ പോയി ചൂടൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു ക്ലിയർ അല്ലേ? സൂര്യനൊന്നും വന്നിട്ടില്ല. സൂര്യനും ഇല്ല. മൂപ്പർ ഇപ്പോഴും ഉറക്കിലാണ്. ഏതായാലും ഞങ്ങളും തമ്മിൽ 117 കിലോമീറ്റർ അകലെയാണ്. നമ്മൾക്ക് ഇനി റൂട്ടൊന്ന് ചേഞ്ച് ആക്കേണ്ടതുണ്ട്. കാരണം ലക്നൗവിലേക്ക് നമ്മൾ ആ ഒരു ടൗണിലേക്ക് തിരക്കിലേക്ക് നമ്മൾ പോകണില്ല. അല്ലാതെ പോകണം. നമ്മൾ ചുറ്റി വളഞ്ഞു പോവുക. ഞങ്ങളങ്ങനെ പോകുന്ന പോക്കിൽ വണ്ടി ഒന്ന് സൈഡാക്കി. ഇതൊരു പെട്രോൾ പമ്പാണ്. ഇവിടെ നിന്ന് HP പെട്രോൾ പമ്പ്. അപ്പോൾ നമ്മുടെ ക്യാനിൽ കുറച്ച് എണ്ണ വാങ്ങണം. ഏതായാലും ഇന്നത്തെ എണ്ണ നമുക്ക് തിരൂർ ഉള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഇക്കാൻ്റെ വകയാണ് ഈ ഒരു എണ്ണ. അദ്ദേഹം എവിടെ അറിയാം എനിക്ക്? ദുബായിലാണ്. ദുബായിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയാണ് നമ്മളുടെ ഈ ഒരു ക്യാനിലുള്ള ഡീസൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡീസലിൻ്റെ വില എന്ന് പറയുന്നത് ഇതന്നെയല്ല. ഡീസലിൻ്റെ റേറ്റ് 95 പെട്രോളാ. 88.30. ഭായ് ഡീസൽ റേറ്റാണ്. 88.30 പൈസ ഉണ്ടാ. ഫുള്ള് ഫുള്ള് ചിലപ്പോൾ 500 റുപ്യക്ക് ഫുള്ളാവുമൊന്നുമില്ല. 500 റുപ്യക്ക് അതിൽ ചിലപ്പോൾ കൊള്ളൂല അല്ലേ? അതായത് 400-450 റുപ്യക്കൊക്കെ ചിലപ്പോൾ ഫുള്ളാവാൻ സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 450, 460, 464. ഓക്കെ ബായ്. ബായ്. ബസ്. ഇത് നമ്മളോട് ഈ ക്യാന് മാറ്റാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ഏട്ടനും കൂടി ഒരു വൈകാട്ടിയും കൂടിയാണ്. ദീപു സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളോട് നിരന്തരമായിട്ട് കോൺടാക്റ്റുള്ള ആളാണ്. അപ്പോൾ ഈ ക്യാനിൽ നിരന്തരമായിട്ട് നമ്മൾ ഡീസൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാനും അതുപോലെ ലീക്കായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ സാധ്യത ഉണ്ട്. അത് നമ്മൾ ഈ വണ്ടിയിലാകുമ്പോൾ നമ്മൾക്കത് എന്താ പറയുക, ചിലപ്പോൾ ഒരു അപകടത്തിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ക്യാന് മാറ്റണം. നമുക്ക് ടൈം ആയില്ല, മാറ്റണം. ഇവിടെ ഇപ്പം ഫുള്ളായിട്ട് നെല്ലാട്ടോ വെച്ചിട്ടുള്ളത്. മറ്റുള്ള കൃഷികളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ പോരൽ തുടങ്ങിയിട്ട് കുറേ നേരമായി. പമ്പിൽ നിന്ന് പോന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ അടുത്തേക്ക് പോകാൻ നോക്കും.
അത്രയും ഗ്യാപ്പ് രണ്ട് സൈഡ് ഫുള്ളായിട്ട് നെൽപ്പാടം അല്ലേ. അതുപോലെ ഈ ടാങ്കുകളൊക്കെ ഉയ്ത് മറിക്കുന്നതൊക്കെ കാണാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH 731 NH 731 നമ്മൾ ലക്നോ ലക്ഷ്യം വെച്ച് പോവുകയാണ്. ലക്നോയിൽ നിന്നും നമ്മൾ മണാലിയാണ്, പക്ഷേ ലക്നോ വഴിയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ അയോധ്യയിലേക്ക് പോകുന്ന വഴി ആയിരുന്നു. ഇനി അയോധ്യയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ റിട്ടേൺ തിരിഞ്ഞ് അവിടെ നിന്ന് കയറി പോകണം. ഞങ്ങൾ അയോധ്യയിലേക്ക് പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ വണ്ടി ചിലപ്പോൾ അങ്ങോട്ട് കയറ്റാൻ സാധ്യത കുറവാണ്. അപ്പോൾ വണ്ടി എവിടെ നിർത്തും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. പിന്നെ അയോധ്യയിലേക്ക് പോയിട്ട് നമ്മൾക്ക് മണാലിയിലേക്ക് പോകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വീണ്ടും ദിവസങ്ങൾ കൂടും. അപ്പോൾ അത്രയ്ക്ക് ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ആഗസ്റ്റിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്തൽ നിർബന്ധമാണ്. ആഗസ്റ്റ് നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് അയോധ്യ ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് എടുക്കാം അല്ലേ. ഇവിടെ നാട്ടിൽ പെയ്യുന്നത് പോലെ മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ. വീണ്ടും പെയ്യുവാണ് മഴ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലടാ കുട്ടാക്കുക. ഞങ്ങളെ ഇന്നത്തെ ദിവസവും നമ്മൾ എവിടെ ഗ്രാമങ്ങൾ ഒന്നും എടുക്കൂല കേട്ടോ. ഈ ലക്നോ കഴിഞ്ഞിട്ടേ നമ്മൾ ഗ്രാമങ്ങളൊക്കെ എടുക്കുള്ളൂ. ലക്നോ വരെ നമ്മൾ ഹൈവേ തന്നെ പിടിക്കാനാണ് വരുന്നത്. പക്ഷേ എങ്കിൽ പഴയ പോലെയല്ല, ഹൈവേയിലൊന്നും പല ചില കാഴ്ചകളൊന്നും ഇല്ല. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഈ ഒരു ഉത്തർപ്രദേശിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് അത് വേറെയാണ്. കാരണം എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ മഴയാണ്. നമ്മുടെ നാട്ടിലത്തെ മഴേനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മഴ തരുവാണ്. നിങ്ങൾ ആസ്വദിക്കണ കൂട്ടന്മാരെ അറിയാണ്ട് അല്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ടൗണുണ്ട്. അപ്പോൾ ഒരു ടൗണിൽ നിർത്തിയേക്കുവാണ്. നമ്മൾക്ക് വൈകിട്ട് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം വാങ്ങിക്കണം. ഹായ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ പച്ചക്കറി കേട്ടോ, ഫുള്ള് പച്ചക്കറിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും ഉണ്ട് അല്ലേ. ഇത് ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി പോലും കഴിച്ചു. പക്ഷേ എങ്കിൽ ഇത് ഇവർ തോരൻ വെക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നൊക്കെ തോന്നുന്നു. പിന്നെ മാങ്ങയുണ്ട്, ക്യാബേജുണ്ട്, പടവലമുണ്ട്, മത്തനുണ്ട്, തക്കാളിയുണ്ട് അല്ലേ. എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് വേണ്ടത് പഴമാണ്. ഞങ്ങൾ ഒരു റോബസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ റോബസ്റ്റേ കിട്ടുള്ളൂ, മറ്റ് നേന്ത്രപ്പഴമൊന്നും കിട്ടൂല. ഈ ടൗണിൻ്റെ പേരെന്ന് പറയുന്നത് ഹൈദർഗർ എന്ന് പറയുന്ന ഒരു ടൗണാണ്. ഹൈദർഗർ. ഇവിടെ വെള്ളം കിട്ടുമെന്ന് നോക്കണം നമുക്ക് അല്ലടാ. വെള്ളം കിട്ടുമെന്ന് നോക്കണം. പിന്നെ ഇത്തരം ചരക്ക് വാഹനങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് അല്ലേ. ഇതാണ് പിന്നെ നമ്മൾ ഇലക്ട്രിക് ഓട്ടോ, അത് ഇവിടെയൊക്കെ ധാരാളമായിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിൻ്റെ മിക്ക ടൗണുകളിലും നമുക്കിത് കാണാൻ പറ്റും. ഈ ഹൈദരാബാദ് പറയുന്ന ഈ ടൗണിൽ ഇതല്ല മെയിനായിട്ടുള്ള ഒരു ടൗൺ. മെയിനായിട്ട് നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് മാറിപ്പോകണം. പക്ഷേ എങ്കിൽ ഹൈവേയിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എല്ലാ ടൗണിലും ഇവരുടെ ഒരു മറ്റൊരു എന്താ പറയുക ലഘുഭക്ഷണമാണ് ഈ പാനിപൂരി എന്ന് പറയുന്നത് അല്ലേ. പാനിപൂരി, മസാലപ്പൂരി എന്നുള്ളത് ഇത് ഇവരുടെ ഒരു സ്പെഷ്യലാണ്. സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇവർ ഉപയോഗിക്കുന്നതാണത്. ഏതായാലും നല്ലൊരു ടൗണാണ്. അതുപോലെ തന്നെ ഈ ടൗണിലേക്ക് വന്നപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം, നല്ല മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ടൗണാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് എല്ലാവിധ മതസ്ഥരുള്ളൊരു ടൗണാണ്. നമ്മൾക്ക് വേണ്ട സാധനം ഇവിടെ ഉണ്ട് അല്ലേ. ഈ സാധനമാണ് നമ്മൾ തിരഞ്ഞു വന്നത്, റോബസ്റ്റ്. കിട്ടണേ നമുക്ക് വെള്ളം കൂടി വേണ്ടിയിരുന്നു. പക്ഷേ അത് ഇവിടെ കാണാനില്ല. അപ്പോൾ ഇനി നമ്മൾ വണ്ടി എടുക്കുന്നു. വീണ്ടും നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നോക്കിയാൽ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോകും. പക്ഷേ എങ്കിൽ ഞങ്ങൾ പഴം വാങ്ങിയില്ലേ. നമ്മുടെ അടുത്ത് രാവിലെ ഉണ്ടാക്കിയിരുന്ന അപ്പം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അപ്പം തിന്നാണ് പഴം എടുത്താൽ. ഞങ്ങൾ അങ്ങനെ അപ്പവും ചിക്കൻ എന്നാ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പവും ചിക്കനും അടിക്കാൻ പരിപാടിയിലാണ്. ചായ കുടിക്കട്ടെ. ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിച്ചല്ലോ കേട്ടോ, അപ്പവും ചിക്കനും ഇല്ലടാ, ഒട്ടും പ്രതീക്ഷിച്ച. പഴം വരെ അപ്പം മറന്നിട്ട് പഴം വരെ വാങ്ങിയത്. പക്ഷേ എങ്കിൽ അപ്പമുള്ള കാര്യം പിന്നല്ലേ ഓർമ്മയാണ്. പക്ഷേ അപ്പം ചിക്കനും കഴിക്കാനും പൊളിക്കും. ചെങ്ങന്മാരെ, ഞങ്ങളും ലക്നൗവും തമ്മിൽ ഇപ്പോൾ 17 കിലോമീറ്ററിന് മാറ്റുള്ളൂ. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. മഴ പെയ്യട്ടെ. നമ്മൾക്ക് ഇതുവരെ ദാബിയ പെട്രോൾ പമ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഷിംല റൂട്ടിന് കയറുവാണ്. ആ റൂട്ടിന് കയറിയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കണം.
ഉണ്ടാവൂലേ? ഉണ്ടാവണം. ഉണ്ടാവും. അപ്പോലെ ഷിംലയിലേക്ക് ഇവിടുന്ന് കാണിക്കുന്നത് 842 കിലോമീറ്റർ ആണ്. വിട്ടോക്കല്ലേ? വിട്ടോക്ക. ഒരു താവേലാണ് കേട്ടോ കഴിച്ചുള്ളത്. നമ്മുടെ വണ്ടി ഉണ്ട് അവിടെ. പക്ഷേങ്കിൽ ഇവിടെ വേറെ പ്രശ്നം എന്താ അറിയോ, ലക്നൗവിലേക്ക് നമ്മുടെ വണ്ടി കയറ്റൂല എന്നുള്ളതാണ്. അതാണ് ഇവർ പറയണേ. അതായത് ഇവിടെ ഒരു ചെറിയൊരു എന്താ തടസ്സമുണ്ട്, ഒരു ചെക്ക് പോസ്റ്റ്. വൈ ലക്നൗ में ऑटो नॉट अलाउड है ना? मेरा ऑटो लखनऊ में नहीं जाता, नहीं है जाएगा लेकिन यहाँ पर ट्रैफिक पुलिस खड़ी होती है. ഓക്കെ. ഓ അങ്ങനെ സമയം ഇവിടെ 11:15 ആവാനായിട്ട് 11:15 സമയമായി. ഞങ്ങൾ ബെഡൊക്കെ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാ സാധനങ്ങളും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഷീറ്റ് വിരിച്ചിട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ബെഡ്, ഈ സാധനങ്ങളൊക്കെ ആദ്യം 2 പുറത്തേക്ക് ഇറക്കണം. ഇതൊക്കെ തന്നെ ഓട്ടോ ലൈഫ്. ഓട്ടോ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോറി ലൈഫിൻ്റെ പോലെയൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോറി എടുക്കണം എന്നതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറ്റിയിട്ടില്ല. ഓട്ടോറിക്ഷ എടുത്തു. എന്നിട്ട് ധാബകളിലൊക്കെ ലോറിന്ന് പേരുണ്ടോ? ഓട്ടോറിക്ഷയ്ക്ക് ലൈലാൻഡ് പേരിടാ. ലൈലാൻഡ്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ബെഡ് ഇട്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വല കെട്ടണം. വല കെട്ടിയിട്ട് നമ്മൾ കിടക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.